ഇൻട്രോ പറ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറ. വെൽക്കം ബാക്ക് ടു ഹർ യൂട്യൂബ് ചാനൽ. ഇൻട്രോ പറ. ഇന്ന് എന്താണ് സംഭവം? ഇന്ന് ആക്ച്വലി ഏത് ജന്മകർത്തൃ സീരിയല് അഞ്ജലിയുടെ ശ്യാമിൻ്റെ വെഡിങ് ആനിവേഴ്സറി. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? അതുണ്ട്. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞാനും ശ്രുതിയും കൂടെ ഞങ്ങളുടെ ജിലേബി, ലഡു അങ്ങനത്തെ എല്ലാ സ്വീറ്റ്സും കൊണ്ട് ഇവിടെ വന്ന് സെർവ് ചെയ്യാൻ വന്നതാണ്. അതിനിടയിൽ പറ്റുന്ന കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് സംഭവബഹുലമായ വിശേഷങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചേച്ചി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഡെന്റൽ ഡോക്ടറാണ്. എനിക്കൊരു ആങ്കറിനെയും കിട്ടും. സോറി, എവിടെ ഏതോ സാഹിബ് എക്സാം എഴുതി കൊടുത്ത് പാസ്സായതാണ്. അപ്പൊ ഡെന്റൽ ഡോക്ടറാണ്. പറ, നീയും ശീലം ഫസ്റ്റ് ടൈം അല്ലേ? പ്രീതി എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പല്ല് ക്ലീൻ ചെയ്യാനും പല്ല് സംബന്ധമായ എന്ത് പ്രശ്നത്തിലുണ്ടെങ്കിലും കഴക്കൂട്ടത്തുള്ള ഡോക്ടർ വൈറ്റ് ആക്കി തരുന്ന ആ ഹോസ്പിറ്റലിൽ ചെല്ലുക. അവിടെ ചെന്നാൽ മതി. ഡോക്ടർ വിനയ അവിടെ ഉണ്ടാവുന്നതായിരിക്കും. ചെല്ലുമ്പോൾ അവിടെ കാണത്തില്ല. കാരണം ഇത്രയും നാൾ ചെയ്ത് കൊടുത്ത പല്ലിന്റെ ആൾക്കാർ രോഗികളൊക്കെ അവിടെ കാണാൻ നിൽക്കുന്നുണ്ട്. അവിടെ അടി മേടിച്ച് ചെന്നേ പറ്റുള്ളൂ. അപ്പൊ വിനയ പറ. എൻ്റെ ക്യാരക്ടർ ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള അനിയത്തി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അനിയത്തി മാത്രമല്ല, ഫാമിലിയെയും എല്ലാവരെയും ഒത്തിരി ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. മെച്ചുവേർഡായിട്ടുള്ള അങ്ങനെ ഒരു ഫാമിലി ലവിങ് ആയിട്ടുള്ള ഒരു ഗേൾ. എന്റെ ഭാര്യ ഷീരിലെ ഭാര്യ അവിടെ നിന്ന് ഞാൻ നോക്കുന്നത്, അവളെ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പറയടി. നിനക്ക് നിന്റെ അഭിപ്രായം പറയും. അവള് മിണ്ടാണ്ടിരിക്കട്ടെ, അവളെ നാളെ കൊണ്ടിരിക്കാം. പറയാം ഈ ഒരു റൂമാണ്, അതായത് ഏതോ ജന്മകൽപ്പന എന്ന് പറഞ്ഞ സീരിയലാണ് ഏഷ്യനെറ്റില് ഉച്ചയ്ക്ക് പോകുന്നത്. ഇവിടെ നായകനും വില്ലനും അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കൂടെ ഈ ബെഡിലാണ് ഞങ്ങളുടെ സമയം കഥ പറഞ്ഞും നുണ പറഞ്ഞും തമാശ പറഞ്ഞൊക്കെ ഞങ്ങൾ സമയം സ്പെൻഡ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നിരുന്ന ഭയങ്കര സന്തോഷമുള്ളൊരു സെറ്റാണ്. ഞാൻ അധികം മെഗാ സീരിയൽ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു സംഭ്രമൊക്കെ ഉണ്ട്. ഇവരൊക്കെ വലിയ സീരിയലിന്റെ ആൾക്കാരല്ലേ. അപ്പൊ നമ്മളോടൊക്കെ സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരും. ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാ. ഭയങ്കര സന്തോഷമുള്ള വർക്ക് ചെയ്യാൻ പറ്റും. മതി, എത്ര പറഞ്ഞാൽ ഇവരുണ്ടല്ലോ. ഞാൻ നോക്കുമ്പോഴേ ഞാൻ നിങ്ങളോട് ആദ്യം വന്നിട്ടില്ലേ, ഇതോ ഒരുത്തൻ മുടിയൊക്കെ പച്ച മുണ്ടും ഇതാണ് എന്റെ ഭർത്താവ്. മതിലിന്റെ നമ്മുടെ ഫ്രണ്ടിലത്തെ മതില് അതോട്ട് വരിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇന്ന് കാണിക്കാണ്. ഇതെന്താ ഈ ചെറുക്കൻ സീരിയലിന്റെ സെറ്റ്? എല്ലാരിക്കലൊക്കെ നായ പിള്ളേരൊക്കെ അല്ലേ ഭയങ്കര ജാതിയായിരിക്കും. ഇത്രയൊക്കെ ഉള്ളേ. അങ്ങനെ പിന്നെ കൂട്ടായി. പിന്നെ ഒരു ദിവസം, പിറ്റേ ദിവസമാണോ അതിന്റെ പിറ്റേന്നാണോന്ന് അറിയില്ല, ഞാൻ വണ്ടി കയറിയപ്പോ നായിക ഇരിക്കുന്നു. എടാ ചേച്ചി എന്ത് ഇങ്ങനെ നീ പറഞ്ഞേ? ചേച്ചി ഇവിടെയാണ് താമസം? വണ്ടിയില് ഞാൻ ഇടക്കിടക്ക് കൊച്ചു എനിക്കൊരു പേടി, ഒരു മിണ്ടി ചളവാക്കണ്ടല്ലോ. അങ്ങനെ പരസ്പരം ഞങ്ങൾ ആദ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പേടിച്ചു. എല്ലാവരും പേടിയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് എല്ലാത്തിന്റെ ഉള്ളിൽ കൊള്ളായിരുന്നു. ബാക്കി നല്ല കൊച്ചാണ്. ചേച്ചിയെ കൊണ്ട് ഇപ്പൊ പറയുന്നത് അല്ലെന്ന് ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴാണ് ഇങ്ങനെ പാസിംഗ് തിരിച്ചോണ്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ ഇവരുമായിട്ട് പരിചയപ്പെടുന്ന ഒരു ചിരിയിലാണ്. നമ്മളിവര് പരിചയപ്പെട്ട ചിരി നമ്മളെല്ലാവരും ഇതാണ്. എന്റെ പേര് മനസ്സിൽ, എന്റെ പേര് ശ്രുതി.
ഇങ്ങനെ ആരോ പ്രശാന്ത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു കിടിലൊരു തമാശ ഇടയ്ക്ക് പറഞ്ഞു ചിരിയിലാണ് നമുക്ക് മനസ്സിലായി ഇവര് നമ്മളെക്കാട്ടി ലോക്കലാണെന്നുള്ളത് ചിരിയാണ് പിന്നെ ഇവരെ ചിരിയാണോ ഞാൻ സൗണ്ട് ഇടാണ്ടാ ചിരിച്ചു. ഇല്ല ഞാൻ സൗണ്ട് ഇടൂല. നീ ചിരിച്ചേ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ റോക്കി ബോയ്സിന് മനസ്സിലായി വെറും കൂതറുള്ള പിന്നെ ഞങ്ങൾ ട്രാക്കിലായി സെറ്റ് നമ്മളെക്കാട്ടി താഴെ. ചേച്ചി ആനന്ദവേള ആഘോഷമാക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഉപ്പേരി വെച്ചിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ജന്മകൽപ്പനയിലെ. അതെ അതെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, ഭയങ്കര ഡയറ്റിംഗ് കിടലുമാണ് ഇവിടെ എല്ലാവരും. ഇവർ രണ്ടുപേരും കാര്യം മധുരം ഇടാതെ തന്നെ ചായ കുടിക്കുന്നത്. പക്ഷെ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ലഡു പറയുമ്പോ എല്ലാം പറയുന്നത് മഞ്ഞത്തിൽ വീട്ടിൽ എന്താ പ്രശ്നം? എന്താണ് അവള് മേടിച്ചിരിക്കുന്നത്? അവള് ഹാപ്പിയാണ്. ഹാപ്പി ആനിവേഴ്സറി ആരോട്? ഫുൾ വൈബാണ് എല്ലാവരും. ഗ്രീൻ ഫിഷ് മത്സ്യകന്യ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ആളുകൾ വിചാരിക്കും നിങ്ങൾ ദേശത്തിലാണ്. മോയെ മോയെ ചേച്ചി 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 ഉറങ്ങുന്ന നമ്മളെല്ലാരും ഒരേ വീട്ടിലായിരുന്നു. കഞ്ഞി കുടിക്കുന്നു. കഞ്ഞിയുണ്ടോ? പ്ലെയിൻ മതിയാ. ഞങ്ങൾക്ക് വിശന്നതുകൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോയി. അതെ 7 മണിക്ക് കിട്ടുന്ന കഞ്ഞിയാണ്. ഇവിടെ പരിപാടി നടക്കുന്നതുകൊണ്ട് നമുക്ക് കഞ്ഞി കിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ ഇരിക്കുന്നു. ഓട്ടോമാറ്റിക് ചെയറിൽ മക്കളെ നാളെ ഞങ്ങൾ അഭ്യർത്ഥിച്ച് നാളെ രാത്രി മഴയായിപ്പോയി. മഴയായിപ്പോയി. ഹായ് ഹായ്. കഴിച്ചു. കഞ്ഞി കുടിച്ചു. എന്റെ വെഡിങ് വെള്ളത്തിലായി. ആ ലൈറ്റിലെ ഹലോ ഗൈസ്, അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വീട്ടിൽ വന്നു.
ഇത്രയും നേരത്തെ കഴിയില്ലായിരുന്നു ഇന്ന്, പക്ഷെ മഴ ചതിച്ചത് കൊണ്ട് നൈറ്റ് പോയില്ല. അതുകൊണ്ട് വീട്ടിൽ വന്നു. ഇനി ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ ഷൂട്ടുണ്ട്, വീണ്ടും രാവിലെ പോകാം.